നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹം നല്ലൊരു ജോലി കിട്ടുക. നല്ലൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല സാലറിയോട് കൂടി, നല്ല ശമ്പളത്തോടു കൂടി ഉള്ളൊരു ജോലി കിട്ടുക. അത് നമുക്ക് എല്ലാവർക്കും വലിയൊരു ആഗ്രഹമാണ്. ആ ജോലി സ്ഥിരത ഉണ്ടായിരിക്കുക, അതിൽ പ്രൊമോഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള എന്ത് കാര്യവും ഫെങ്ഷുവി പ്രകാരം പറയുന്നത് അതിനൊരു ദിക്കുണ്ടെന്ന് പറയുന്നു. ആ ദിക്ക് ഫെങ്ഷുവിയിൽ വടക്കാണ്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ അവിടെ ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ തൊഴിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി നോക്കാം. നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് തടസ്സങ്ങൾക്ക് സാധ്യത കൂടുതലായിരിക്കും. വടക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് തടസ്സങ്ങൾക്ക് സാധ്യത കൂടുതലായിരിക്കും. വടക്ക് ഭാഗത്താണ് നിങ്ങളുടെ കിച്ചണെങ്കിലും തൊഴിൽ സംബന്ധമായിട്ട് തടസ്സങ്ങൾക്കുള്ള സാധ്യത കൂടുതലായിരിക്കും. വടക്ക് ഭാഗത്ത് മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിലും, അതായത് നിങ്ങൾ വീട് വെച്ചപ്പോൾ വടക്ക് പടിഞ്ഞാറ് റൂമുണ്ട്, വടക്ക് കിഴക്കും റൂമുണ്ട്, അതേസമയം വടക്ക് വശത്ത് റൂമില്ല, അങ്ങനെയാണെങ്കിലും തൊഴിൽ സംബന്ധമായിട്ട് തടസ്സപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു തൊഴിലിന്റെ ദിക്കെന്ന് പറയുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ്? വടക്ക് ഭാഗത്താണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ തൊഴിലിനെ ബാധിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് സംശയമാണെങ്കിൽ വീട്ടിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ എന്തെങ്കിലും മോശം സ്റ്റാറുകൾ ഉണ്ടെങ്കിലും നിങ്ങളെ തൊഴിലിനെ ബാധിക്കും. അടുത്തത്, ഇതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യണം എന്നുള്ളതാണ്. 5 ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത്, അതായത് നിങ്ങളുടെ സ്വീകരണ മുറി ഇതാണ്, ഇതിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കുക, അല്ലെങ്കിൽ അക്വേറിയവും അരോനോ മത്സ്യവും കൂടെ വാങ്ങിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്ത് വെള്ളം മൂവ് ചെയ്യണം. അക്വേറിയം ആകുമ്പോഴത്തേക്ക് അതിനകത്ത് എയർ സർക്കുലേഷനൊക്കെ കൊടുത്തിട്ട് വെള്ളം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണം. മിനിമം 3 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിലിൽ നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാവും. അപ്പം അരോന മത്സ്യത്തിൻ്റെ അക്വേറിയം വയ്ക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നോർമൽ അക്വേറിയം വയ്ക്കാം, അതല്ലെങ്കിൽ വാട്ടർ ഫൗണ്ടൻ വയ്ക്കാം. ഇത് ഏറ്റവും ബെസ്റ്റ് അരോന വിത്ത് അക്വേറിയം ലൈവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അടുത്ത രണ്ടാമത്തത്, വീടിന്റെ പുറത്ത്, ഇത് സ്വീകരണ മുറിയുടെ നോർത്തിലാണ് ഞാൻ പറഞ്ഞത്, വീടിന്റെ പുറത്ത് വടക്ക് വശത്ത് ഒരു 6 റോഡ് വിൻചിം സ്ഥാപിക്കാം. അതുപോലെ തന്നെ വീടിന്റെ പുറത്ത് വടക്ക് വശത്ത് ഒരു പോണ്ട് ഉണ്ടാക്കി അവിടെ ഒരു മൂവിങ് വാട്ടർ കൊടുക്കുന്നതും തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. അപ്പം വടക്ക് വാട്ടർ ആക്ടിവേഷൻ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് 6 റോഡ് വിൻചിം ചെയ്യാം. ഇനി നിങ്ങൾക്ക് കാര്യം അക്വേറിയം വെക്കാനുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ നോർത്ത് ഭാഗത്ത് ഒരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്ചു വയ്ക്കുന്നത് നിങ്ങളുടെ തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നല്ലതാണ്. ടോർട്ടോയിസ്, ആമ, അതായത് വടക്ക് ദിക്കിന്റെ സെലസ്റ്റിയൽ അനിമൽ എന്ന് പറയുന്നത് ആമയാണ്. അപ്പോൾ വടക്ക് ഭാഗത്ത് ഒരു ആമയുടെ ചിത്രമോ അല്ലെങ്കിൽ ഒരു ലൈവോ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി നിങ്ങൾക്ക് ഉണ്ടാവും, അത് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കും. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരാളാണ്, നമുക്ക് ഇതൊന്നും വെക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു വാട്ടർ ഫാൾസിന്റെ ചിത്രം, അതായത് ജലധാര, തട്ടായിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുന്ന ഒരു ജലധാരയുടെ ചിത്രം വടക്ക് വശത്ത് വെക്കുന്നതും തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ 5-ൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തു നോക്കൂ, അല്ലെങ്കിൽ 2 എണ്ണം ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. എല്ലാം കൂടെ ചെയ്യേണ്ട കാര്യം ഇല്ല. നമ്മൾ ഫെങ്ഷുവിൽ എന്ത് ചെയ്താലും ഒരു മിതത്വം ഉണ്ടായിരിക്കണം, ഓവറായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ. എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ചില ടൂളുകളിലേക്ക് പോവാം. ഇത് അരോന മത്സ്യത്തിന്റെ സ്റ്റാച്ചു ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് വയ്ക്കാം, അത് തൊഴിൽപരമായിട്ട് നേട്ടം കിട്ടും. അതേപോലെ ഇത് മെറ്റൽ ടോർട്ടോയ്സിന്റെ സ്റ്റാച്ചു ആണ്. ഇത് നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത്, സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് വയ്ക്കുന്നത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടം കിട്ടും. അതുപോലെ വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള 6 റോഡ് വിൻചയമാണ്. ഇത് വടക്ക് വശത്ത് ഹാങ് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി നല്ലൊരു ടൂളായി ഫെങ്ഷുവിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.